ഓട്ടോമാറ്റിക് റൈസ് കുക്കർ ഉപയോഗിച്ച് എങ്ങനെ ചോറ് വയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട്ടിലായിരുന്നാലും ഹോസ്റ്റലിലായിരുന്നാലും എളുപ്പത്തിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു കുക്കർ ഉപയോഗിക്കുന്നത്. ഇത് പീജോൻ്റെ 1 ലിറ്റർ ഓട്ടോമാറ്റിക് റൈസ് കുക്കറാണ്. ഇതാണ് റൈസ് കുക്കറിൻ്റെ സ്വിച്ച്. ഇതാണ് കുക്കറിൻ്റെ അകവശം. ഇതിൻ്റെ കൂടെ 2 സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളുമുണ്ട്. ഈ 2 സ്റ്റീൽ പാത്രങ്ങളും നല്ല കട്ടിയുള്ളതും ക്വാളിറ്റി ഉള്ളതുമാണ്. അരി അളന്നെടുക്കാൻ വേണ്ടി ഒരു മെഷറിംഗ് കപ്പും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതുപോലെ അരിപ്പ പോലത്തെ ഒരു പാത്രവും ഇതിൻ്റെ കൂടെയുണ്ട്. ചോറിൽ അധികമുള്ള വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീം ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. കൂടാതെ അടച്ചു വയ്ക്കാനും ഇതുപോലൊരു പാത്രം കൂടെയുണ്ട്. സ്പൂണിന് പകരം ഈ ഒരു സ്പാറ്റുലയും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. ഇനി ഞാൻ പവിഴം മട്ടയരിയിലാണ് ചോറുണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണി റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം 1 ഗ്ലാസ് ബിരിയാണി റൈസിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിന് ചേർത്ത് കൊടുക്കാം. മട്ടയരി ആയതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അരി ആദ്യം നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ചേർത്ത് കൊടുക്കാം. അരിയുടെ വേഗമനുസരിച്ച് വെള്ളം കുറച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. എന്നാലും ഈ റൈസ് കുക്കറിൽ വയ്ക്കുമ്പോൾ വെള്ളം എപ്പോഴാണോ വറ്റുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി കുക്കർ ഓഫാകും. അതുകൊണ്ട് വെള്ളം വറ്റിയാലും പാത്രത്തിൽ കരിഞ്ഞു പിടിക്കും എന്നുള്ള പേടി വേണ്ട. കഴുകിയെടുത്ത അരിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ആ പാത്രം കുക്കറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം പ്ലഗ് കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്യാം. ഈ അടച്ചു വെച്ച അടപ്പ് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അതിന് കുഴപ്പമില്ല. പ്ലഗ് കൊടുത്ത് സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്കും ഈ ഓറഞ്ച് ലൈറ്റ് ഓൺ ആകും. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഈ സ്വിച്ച് താഴ്ത്തിയാൽ മതി. റെഡ് കളറ് കുക്ക് എന്ന ലൈറ്റ് ഓൺ ആകും. എപ്പോഴാണോ പാത്രത്തിലുള്ള വെള്ളം മുഴുവനും വറ്റുന്നത് ആ സമയം ഓട്ടോമാറ്റിക്കലി കുക്കർ ഓഫായി ഈ ഓറഞ്ച് ലൈറ്റ് കത്തും. ഇപ്പോൾ വെള്ളവും അരിയും നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം വറ്റിയപ്പോഴേക്കും ഓറഞ്ച് കളർ ലൈറ്റ് കത്തി താനെ ഓഫായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കഞ്ഞി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കുറച്ചാണ് ചേർത്ത് കൊടുത്തത്. വെള്ളം കുറവായതുകൊണ്ട് വീണ്ടും ഞാൻ തിളപ്പിച്ച് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ചേർത്താൽ കറക്റ്റ് അളവാണ്. വെന്ത് കറക്റ്റ് പാകമായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ അരിയും ഓരോ വേവ് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ചെറുതായിട്ട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇത് ഓഫായി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല വെന്ത ചോറ് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.